ഹേ ഗായ്സ്, ഇറ്റ്സ് മീ ജിക്കു. ജിജെ വ്ളോഗ്സ് യൂട്യൂബ് ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഗായ്സ്, അപ്പം നമ്മൾ ഇന്ന് മുതൽ നമ്മൾ ഡെയിലി വ്ളോഗ്സ് സ്റ്റാർട്ട് ചെയ്യുകയാണ്. അപ്പം ഞാൻ പെട്ടെന്ന് എടുത്തൊരു തീരുമാനമാണ്. ഇന്ന് രാവിലെ ഞാൻ പെട്ടെന്ന് എടുത്തൊരു തീരുമാനമാണ് ഡെയിലി വ്ളോഗ്സ് ചെയ്യുന്നത്. ഞാൻ ഷോർട്ട് വീഡിയോ ചെയ്യാൻ വേണ്ടിയുള്ള പ്ലാനിങ്ങിലായിരുന്നു. അതിനുവേണ്ടി ക്യാമറ ഓൺ ആക്കിയ സമയത്ത് ഞാൻ ഇങ്ങനെ ആലോചിച്ചു, എന്തുകൊണ്ട് നമുക്കൊരു ഡെയിലി വ്ളോഗ്സ് സ്റ്റാർട്ട് ചെയ്ത് കൂടാ എന്ന് ഇങ്ങനെ ആലോചിച്ചു. അപ്പം എന്നെ കൂടെ പറ്റും ഗൈസ്, എന്തായാലും പറ്റും. ഞാൻ മാക്സിമം ശ്രമിക്കാൻ പോകണം. ഒരു ദിവസം എന്തൊക്കെ നടക്കുന്നുണ്ടോ അതൊക്കെ നമ്മുടെ വീഡിയോയിൽ മാക്സിമം ഉൾപ്പെടുത്തി എൻ്റെ ജീവിതത്തിൽ നടക്കുന്ന കാര്യം കേട്ടോ. അപ്പം അതൊക്കെ നിങ്ങളെ കാണിക്കാൻ പറ്റുന്ന കാര്യങ്ങളൊക്കെ കാണിച്ചുകൊണ്ട് ഒരു ഡെയിലി സെക്ഷൻ നമുക്ക് സ്റ്റാർട്ട് ചെയ്യാൻ പോകുന്നത്. അപ്പോൾ അതിൻ്റെ ആദ്യത്തെ വീഡിയോ ആണ് നമ്മൾ ഇന്ന് ഇടാൻ പോകുന്നത്. അപ്പം ഇന്ന് ഭയങ്കര ഒരു നല്ല തുടക്കം തന്നെയാണ് ഗൈസ്. എനിക്ക് നല്ല പനിയുണ്ട്. പനി ആയതുകൊണ്ട് ഞാൻ ഇന്ന് ജോലിക്കൊന്നും പോയില്ല, വീട്ടിൽ തന്നെ ഉണ്ട്. എന്നാ ചോദിച്ചു കഴിഞ്ഞാൽ പോകാൻ പറ്റാത്തൊരവസ്ഥയായിരുന്നു. നല്ല ജലദോഷമുണ്ട്, അതുപോലെ തന്നെ തുമ്മൽ, ചീറ്റൽ, ബാക്കി പ്രശ്നങ്ങളെല്ലാം ഉണ്ട്. പക്ഷേ ബോഡി പെയിനും ഉണ്ട്. അപ്പം അതൊക്കെ കാരണം ഞാനങ്ങ് പോകുന്നില്ലെന്ന് വെച്ചു. അപ്പം അത് നമുക്കിന്ന് വീഡിയോയിൽ ഫുള്ളായിട്ട് കാണിച്ചു തരാം. അപ്പം ബാക്കി വീഡിയോ ഫുള്ള് കണ്ടിന്യൂ ചെയ്യണം. അപ്പം വീഡിയോ സബ്സ്ക്രൈബ് ചെയ്യാനുള്ളവരൊക്കെ സബ്സ്ക്രൈബ് ചെയ്തിട്ടൊക്കെ പോകട്ടോ. അപ്പോൾ ഗൈസ്, കുളിച്ചു. പനിയാണെങ്കിലും കുളിച്ചില്ലെങ്കിൽ നമുക്കൊരു സുഖമില്ല. തല ഞാൻ കഴുകില്ല കേട്ടോ, തല കഴുകിയില്ല, ദേഹമൊക്കെ കഴുകിയൊന്ന് സെറ്റായി. മേലെഴുതുന്ന ഒന്ന് റെഡിയായി. ഇനി നേരെ ഹോസ്പിറ്റലിൽ പോകണം. ഹോസ്പിറ്റലിൽ പോയിട്ട് ഒന്ന് കാണിക്കണം. എൻ്റെ സൗണ്ടൊക്കെ അടഞ്ഞിരിക്കുമല്ലേ ഗൈസ്. അപ്പം പനിയായിട്ട് നല്ലൊരു തുടക്കമാണ് നമ്മൾ തുടക്കം കുറിക്കുന്നത്. അപ്പം നിങ്ങൾ കൂടെ നിൽക്കുമെന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നു. അപ്പം ചെറിയ ചെറിയ ഷോർട്ടല്ല, ഒരു ചെറിയ ഒത്തിരി ടൈമൊന്നും കാണുമല്ലോ നമ്മുടെ വീഡിയോ. എന്നാലും നമ്മൾ മാക്സിമം ഒരു ഡേ എന്തൊക്കെ നടക്കുന്നുണ്ടോ അതൊക്കെ നമുക്ക് ഇതിനകത്ത് ഉൾപ്പെടുത്താൻ ഞാൻ ശ്രമിക്കുന്നതാണ്. അപ്പോൾ ഉറപ്പായിട്ട് നിങ്ങൾ സപ്പോർട്ട് ചെയ്യുക, ഓക്കെ. അപ്പോൾ ഗൈസ്, കുളി കഴിഞ്ഞ് ഞാൻ ഇറങ്ങുമ്പം, അല്ലെങ്കിൽ കുളി കഴിഞ്ഞ് റൂമിലേക്ക് കയറുന്ന സമയത്ത് ഫസ്റ്റ് തിരക്കുന്ന ഒരു കാര്യമുണ്ട്. എന്താണെന്നറിയോ? ഡോളർ. ഞാൻ ഒരു ട്രേഡറൊന്നുമല്ല, എങ്കിലും ഞാൻ ഫസ്റ്റ് തിരക്കുന്നത് എൻ്റെ ഡോളറിനെയാണ് കേട്ടോ. അപ്പോൾ ഞാൻ എൻ്റെ ഡോളർ നോക്കട്ടെ. അലമാരിക്കകത്താണ് ഈ ഡോളർ വെക്കാറുള്ളത്. അപ്പം അലമാരിക്കകത്ത് ഡോളർ ഞാൻ കാണിച്ചു തരാവേ ഗൈസ്. ഇതാണ് ഗൈസ് എൻ്റെ ഡോളർ, ബിഗ് ബോസിൻ്റെ ഡോളർ. ഈ ഡോളറാണ് നമ്മൾ ഫസ്റ്റ് തിരക്കുന്നത്. കുളി കഴിഞ്ഞ് ഫസ്റ്റ് തിരക്കുന്ന ഒരു സംഭവം ഈ ഡോളറാണ് കേട്ടോ, ഓക്കെ. അപ്പോൾ ഗൈസ്, റെഡി ആയിട്ടുണ്ട്. ഇനി ആശുപത്രി പോകണം. പോയിട്ട് മരുന്ന് മേടിക്കണം, തിരിച്ചു വരണം, റെസ്റ്റ് എടുക്കണം. എന്നാലും റെസ്റ്റ് എടുത്തില്ലെങ്കിൽ പിന്നെ പനി മാറത്തില്ല. പനി മാറിയില്ലെങ്കിൽ നാളെ പോകാനും പറ്റില്ല. അപ്പം എന്തായാലും റെസ്റ്റ് എടുക്കാൻ തീരുമാനിച്ചു. പോയിട്ട് വരാം ഗൈസ്. ഞാനങ്ങനെ വീഡിയോ എടുത്തുകൊണ്ടിരിക്കുന്ന സമയത്ത് എൻ്റെ ഫ്രണ്ട് എന്നെ വിളിക്കുന്നു, എവിടെയാണെന്ന് ചോദിച്ചു. അപ്പോൾ ഞാൻ ചോദിക്കട്ടെ ഗൈസ്, നിങ്ങൾക്ക് ഇതുപോലത്തെ ഫ്രണ്ട് ഉണ്ടോ? നിങ്ങൾ അങ്ങോട്ട് വിളിച്ചില്ലെങ്കിൽ നിങ്ങൾ എങ്ങോട്ട് വിളിച്ച് നിങ്ങളുടെ വിവരം തിരക്കുന്ന ഫ്രണ്ട്സ് അങ്ങനെ ഉണ്ടെങ്കിൽ കേട്ടോ, അവരെ ഒരിക്കലും മിസ് ചെയ്യില്ല കേട്ടോ. എൻ്റെ ലൈഫിൽ അങ്ങനെ കുറച്ച് 1-2 പേരൊക്കെ ഉണ്ട് കേട്ടോ. അപ്പോൾ അവരെ ഒരിക്കലും മിസ്സാക്കരുതേ. അവരെ നമ്മുടെ കൂടെ ചേർത്ത് തന്നെ പിടിക്കണം. അങ്ങനെയാണ് ഞാൻ പഠിച്ചിരിക്കുന്നത്. അപ്പോൾ നിങ്ങൾ അങ്ങനെയൊക്കെ ചെയ്ത് നോക്കുക കേട്ടോ, ലൈഫ് അടിപൊളിയായിരിക്കും. അയ്യോ, താക്കോലെടുത്തില്ലെങ്കിൽ പ്രശ്നം. അപ്പോൾ ഞാൻ ഇറങ്ങി, ശരി പിട്ടുന്നു. പോകുന്ന വഴിക്ക് നമുക്കൊരു മാസ്ക് വാങ്ങിക്കണം. തുമ്മലുള്ളതുകൊണ്ട് മാസ്ക് ഇല്ലാതെ പോകാനും പറ്റില്ല. എൻ്റെ വണ്ടി നട്ടോ ഇപ്പോൾ ഉണ്ട്. വണ്ടി കഴുകിയിട്ട് കുറച്ച് ദിവസമായി. എന്തായാലും പോയിട്ട് വരാം അല്ലേ. ഇടത് കഴിയുമ്പോഴാണ് താക്കോലിടുന്നത് ഗൈസ്. എൻ്റെ വണ്ടിയുടെ ഈ എൻജിൻ വാണിംഗ് ലൈറ്റ് കത്തി കിടക്കുക. എന്താണെന്നറിയോ? വണ്ടിയുടെ മീറ്ററില്ലേ, ഓഡോമീറ്ററും സ്പീഡോമീറ്ററും എല്ലാം കംപ്ലയിൻ്റ് ആയിട്ടുണ്ട്. അതിന് ഒറ്റ കേബിളാണ് എല്ലാം വരുന്നത്. ഞാൻ 1 വർഷം മാറിയത്. വണ്ടി എടുത്തിട്ട് 1 വർഷം കഴിഞ്ഞതേ ഉള്ളൂ ഗൈസ്. 1 വർഷം കഴിഞ്ഞെന്ന് പറഞ്ഞാൽ 1 വർഷം ഒരു 2 മാസമെല്ലാം ആയിട്ടേ ഉള്ളൂ. അപ്പം തന്നെ ഇപ്പം 2ാമത്തെ പ്രാവശ്യമാണ്. ആദ്യമൊന്ന് പോയി അത് മാറിയതാണ്. അതും പോയിട്ടുണ്ട് മീറ്റർ കേബിൾ കേട്ടോ. എന്താ തരത്തില്ല ഇവരുടെ വണ്ടി മൈലേജ് കൊണ്ട് മാത്രം അടിപൊളിയാണ്, പക്ഷേ ബിൽഡ് ക്വാളിറ്റിയിൽ വളരെ മോശമാണ് കേട്ടോ. ഗൈസ്, എനിക്കങ്ങനെ പനി വരുമ്പോൾ ഞാൻ എപ്പോഴും ആലോചിക്കുന്നൊരു കാര്യമുണ്ട്. എന്നാണെന്നറിയോ? എനിക്ക് പനി വരുമ്പോഴല്ലോ എന്നെ കൊണ്ടുപോകാനും അല്ലെങ്കിൽ കെയർ ചെയ്യാനൊന്നും അങ്ങനെ വലിയതായിട്ട് ആരും നിൽക്കാറില്ല കേട്ടോ. അതെന്നാന്ന് എനിക്കറിയത്തില്ല. ഞാൻ എല്ലാവരുടെയും കാര്യത്തിൽ ഭയങ്കരമായിട്ട് ഇൻവോൾവ് ആവും. അവർക്ക് വേണ്ടി എന്തൊക്കെ ചെയ്യാൻ പറ്റും അതൊക്കെ ചെയ്ത് കൊടുക്കാറുണ്ട്. ഞാൻ എപ്പോഴും ചിന്തിക്കുന്നൊരു കാര്യമാണ്, അതെന്താണ് അങ്ങനെയെന്ന്. അങ്ങനെ കുറച്ച് ഗവൺമെൻറ് ഹോസ്പിറ്റലിൽ ഞാൻ എത്തി. അത്യാവശ്യം തിരക്കുണ്ട് കേട്ടോ. എന്തായാലും ഞാൻ അകത്തോട്ട് കയറട്ടെ.
ഷീറ്റ് എടുത്തു ഗൈസ്. ഷീറ്റ് എടുത്തത് ഇങ്ങനെ വെയിറ്റിംഗ് ആയിരുന്നു. ഇവിടെ ഇങ്ങനെ നമ്മുടെ ടോക്കൺ നമ്പർ വിളിക്കുന്നുണ്ട്. കുറച്ച് നേരമായിട്ട് അത് സ്റ്റക്കായിരിക്കുമായിരുന്നു. ഇപ്പോൾ വിളിക്കാൻ തുടങ്ങി. അതാണ് ആ നിൽക്കുന്ന അപ്പച്ചനാണെങ്കിൽ വഴക്കുണ്ടാക്കി കേട്ടോ. എന്നാത്തിനെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ടോക്കൺ നമ്പർ നോക്കാതൊക്കെ ചുമ്മാ ആൾക്കാർ വന്ന് കയറി പോകുന്നുണ്ടായിരുന്നു. ഞാനവിടെ വെറുതെ പോസ്റ്റ് ആയിട്ടിരുന്നത്. ഞാനും വന്ന് കയറിയാൽ മതിയായിരുന്നു അല്ലേ. വെറുതെ എത്ര സമയം കളഞ്ഞു ഗൈസ്. ഞാൻ മാസ്ക് വെച്ച ലുക്ക് കണ്ടോന്ന്. എത്ര നാൾ കൂടിയാണെന്നറിയാം മാസ്ക് വെച്ചത്. കൊറോണ ടൈമിലാണ് നമ്മൾ അവസാനമായിട്ട് മാസ്ക് വെച്ച് നടന്നത് ഗൈസ്. ചെറുപ്പകാലത്തൊക്കെ ഈ ഹോസ്പിറ്റലിൽ വരുന്ന സമയത്ത് ഈ അക്വോറിയത്തിൻ്റെ അടുത്തായിരുന്നു കേട്ടോ എല്ലാ പിള്ളേരും നിന്നത്. ഞാനടക്കമുള്ള എല്ലാ പിള്ളേരും കേട്ടോ. ഒരു പ്രത്യേക ഗൈസ്. പിന്നെയും തിരക്ക്. ഈ ഒരു മരുന്ന് മേടിക്കുന്ന സെക്ഷനിൽ എപ്പോഴും തിരക്കാണ് കേട്ടോ ഗൈസ്. അങ്ങനെ എനിക്ക് മരുന്ന് കിട്ടി. നമുക്ക് പാരസെറ്റമോളും പിന്നെ വേറെ എന്തോ ഒരു ഗുളികയും. പിന്നെ അപ്പോൾ ഗൈസ് ഞാൻ ഹോസ്പിറ്റലിൽ പോയി. എൻ്റെ വീട്ടിൽ വരുന്നു. വണ്ടി കൊണ്ട് വെച്ചു. മരുന്നൊക്കെ എടുത്തു. വേണ്ടേ. അപ്പോൾ ഗൈസ് നമുക്ക് ചോറ് എത്തിയിട്ടുണ്ട്. അപ്പം ഇത്തരം കറികളൊക്കെയാണ് ഇന്നുള്ളത് കേട്ടോ. അപ്പോൾ ചോറുണ്ടാൻ പോവാണ്. നമുക്കിന്ന് ഇതിൻ്റെ ഈ മീനിൻ്റെ പേരെന്താ പറഞ്ഞത്? എന്തോ മീൻ, പേരറിയത്തില്ല. കഷ്ണം മീനാണ് കേട്ടോ. മീനുണ്ട് എന്നാ ഇന്ന് മീനുണ്ട്. പിന്നെ നെല്ലിക്ക ലോലോലിക്ക അച്ചോറെന്ന് അച്ചാർ. എന്ത് ചെയ്ത് ഓക്കെ ഇത് ലോലോലിക്ക അച്ചാർ. പിന്നെ നമുക്കുള്ളത് പയർ കേട്ടോ. ഇത്തരം കറികളാണുള്ളത്. ഞാനെന്തായാലും കഴിക്കട്ടെ. കഴിച്ചിട്ട് വേണം നമുക്ക് മരുന്ന് കഴിക്കാൻ കേട്ടോ. അപ്പോൾ ഗൈസ് ഹോസ്പിറ്റലിൽ പോയിട്ട് വന്നു. എൻ്റെ സൗണ്ടൊക്കെ നല്ല രീതിയിൽ ഡാർക്കായിട്ടുണ്ട്. ശരിക്കും അടഞ്ഞിട്ടുണ്ട്. ഫേസിൽ നല്ല ടയേർഡായിട്ട് എനിക്ക് കാണാൻ പറ്റുന്നുണ്ടല്ലോ അല്ലേ. അപ്പോൾ നമുക്ക് മരുന്ന് കിട്ടിയിട്ടുണ്ട്. അപ്പോൾ ഇത് ഫസ്റ്റ് കിട്ടിയ സംഭവമാണ് കേട്ടോ. ആദ്യമായിട്ട് ഈ സംഭവം കിട്ടുന്നത്. ഐറ്റംസും പിന്നെ മൂക്കിലൊഴിക്കാനുള്ളതാണ് നമുക്ക് കിട്ടിയിരിക്കുന്ന നിലവിൽ. പിന്നെ ആവി പിടിക്കാൻ പറഞ്ഞു. തൊണ്ടയിൽ മറ്റേ ഉപ്പുവെള്ളം കൊള്ളാൻ പറഞ്ഞു. ഇതൊക്കെയാണ് സ്ഥിരം കലാപരിപാടികളൊക്കെ തന്നെ. ഓക്കെ. ഒഴി 3 മണിക്കൂർ ഇടവിട്ട് ഒഴിക്കണം. നല്ല സുഖം. മരുന്ന് ഒഴിക്കുമ്പോൾ നമ്മുടെ ഇവിടെ വരും. നിർഗന്ധലല്ലേ എവിടെയൊക്കെ ചെല്ലി സാധനം. ഇപ്പം നമുക്ക് കുറച്ച് തുറന്നു കേട്ടോ. വൈകിട്ട് അത്യാവശ്യം ഉറങ്ങാൻ പറ്റി. ആവി പിടിച്ചു. പിന്നെ ഡോളോയും കഴിച്ചിട്ടാണ് കടന്നത്. അതുകൊണ്ട് ഉറങ്ങാൻ പറ്റി. ഓക്കെ ഗൈസ്. മരുന്ന് ഒഴിച്ചതിന് ശേഷം ഭയങ്കര തുമ്മലായിരുന്നു കേട്ടോ. നോൺ സ്റ്റോപ്പായിട്ട് തുമ്മിക്കൊണ്ടേയിരിക്കുകയാണ്. അവസാനം ഒഴിച്ച മരുന്ന് നേരെ എങ്ങോട്ടോ കയറി പോയിട്ടുണ്ട്. അതിൻ്റെ എഫക്റ്റാന്ന് തോന്നുന്നു. തുമ്മൽ നിർത്താൻ പറ്റുന്നില്ല ഗൈസ്. വന്നുകൊണ്ടേയിരിക്കുക ഗൈസ്. അപ്പം ഉറക്കം എഴുന്നേറ്റ് കുറച്ച് നേരം ഉറങ്ങാൻ പറ്റുള്ളൂ. ഞാനിങ്ങനെ പകൽ കിടന്ന് ഉറക്കം ഇങ്ങനെ ശീലമില്ല കേട്ടോ. നേരത്തെയൊക്കെ ഉണ്ടായിരുന്നു. ഇപ്പോൾ അങ്ങനെ ശീലമില്ലാത്തതുകൊണ്ട് ഭയങ്കര പാട് ഉറങ്ങാൻ. പിന്നെ മൂക്കടഞ്ഞിരിക്കുന്നത് ഭയങ്കര അതിൻ്റെതായ ചെറിയ സീനുകളുണ്ട്. ഇറിറ്റേറ്റഡ് ആവുന്നു. അതിങ്ങനെ വൈകുന്നേരം അമ്മച്ചി ഒരു ഉള്ളിവടമുണ്ട്. അപ്പോൾ അത് കഴിക്കാൻ വേണ്ടി നിൽക്കുകയാണ്. അപ്പോൾ അമ്മ ചായ എടുക്കാൻ പോയിട്ടുണ്ട്. അപ്പോൾ ചായ കൂടെ വെച്ചിട്ട് ചായ ആയിട്ട് കഴിക്കണം. നമ്മുടെ സാധനം വന്നിട്ടുണ്ട്. നമ്മൾ കഴിക്കാൻ പോവാണ്. നല്ല ഉള്ളിവട ചായ. ഗൈസ് ചായ കൂടിയൊക്കെ കഴിഞ്ഞ് ഇങ്ങനെ ഇരിക്കുമ്പോഴാണ് താഴത്തെ വീട്ടിൽ ആമി വന്നത് കേട്ടോ. അപ്പോൾ ആമിയുടെ കളിയും ചിരിയൊക്കെ കണ്ട് ഞാനും കുറച്ച് നേരം ഇരുന്നേ. ആമി നല്ലതായിട്ട് പാട്ട് പാടും. നമ്മുടെ അടുത്ത വ്ളോഗിൽ നമുക്ക് ആമിയും കൊണ്ടൊരു പാട്ട് പഠിപ്പിക്കാൻ പറ്റുമെന്ന് നോക്കാം കേട്ടോ. എന്തായാലും നമുക്കതൊന്ന് ട്രൈ ചെയ്യണം. ഞാനത് കുറച്ച് ദിവസമായിട്ട് വിചാരിക്കുന്നുണ്ട്. ആൾ നല്ലതായിട്ട് പാടുന്നുണ്ട്. ചിലപ്പം ആൾ നല്ലൊരു ഗായികയായാലോ അല്ലേ. ഗൈസ് സമയം 9 മണി ആയിട്ടുണ്ട്. ഇതുവരെ പനിക്ക് പ്രത്യേകിച്ച് എങ്ങനെ കുറവായിട്ടൊന്നും എനിക്ക് ഫീൽ ചെയ്തില്ല ഗൈസ്. മൂക്കടപ്പ് നല്ലതായിട്ടുണ്ട്. അവർ തന്ന മരുന്ന് കൊണ്ട് എഫക്റ്റ് ആകുന്നില്ല. ഇപ്പം അമ്മ വേറെ ഏതോ ഒരു മരുന്നൊക്കെ കുഴിച്ചിട്ടുണ്ട്. അമ്മയ്ക്ക് കിട്ടിയ മരുന്നുണ്ട്. ഇത് മാറുന്ന തരത്തിൽ ഭയങ്കരമായിട്ട് ശ്വാസം മുട്ടൽ ഫീൽ ചെയ്യുന്നു ഭയങ്കരമായിട്ട്. പിന്നെ ഭയങ്കര ടയേർഡാണ്. എൻ്റെ ഫേസാണെന്ന് അറിയാം. ഞാൻ എന്തായാലും ഒന്നുകൂടെ അത് ആവി പിടിച്ച് ഒന്ന് സെറ്റാക്കി നോക്കാൻ പോവാണ്. 2 പ്രാവശ്യം പിടിച്ച് ഇന്നലെ ആവി പിടിച്ചിട്ടാണ് കടന്നത്. അതുപോലെ ഇന്നൊന്ന് ആവി പിടിച്ച് നോക്കാം. അപ്പോൾ ചിലപ്പം ഉറങ്ങാൻ പറ്റുമായിരിക്കും എന്ന് തോന്നുന്നു. ഓക്കെ. ചോർ ഗൈസ് ഞങ്ങളുടെ ഫാദർ കഴിഞ്ഞ ദിവസം ഒരു വള്ളി പിടിച്ചോണ്ട് വന്നതാണ് കേട്ടോ. ആരോ കൈ കൊടുത്ത് വിട്ടതാണ്. അത് കാര്യമായിട്ട് നേരെ പോകുന്നത്. ഇപ്പോഴത്തെ ഭയങ്കര ശല്യമാണ്. 3-4 പൂച്ചക്കുഞ്ഞുങ്ങൾ. ഒരു പട്ടി കൊണ്ട് തന്നെ നമുക്കിവിടെ സമാധാനം ഏറ്റെടുക്കുന്നത് നോക്കുന്നുണ്ട്. കാസോട് കയറാൻ വേണ്ടി വന്നിരിക്കുക. അകമെല്ലാം പെരക്കാൻ വല്ലതും നശിപ്പിക്കും ഗൈസ് ഈ പൂച്ച വന്നു കഴിഞ്ഞാൽ. അതുകൊണ്ടാണ് കേട്ടോ, വേറെ ഒന്നുമല്ല. ഞങ്ങൾക്ക് നേരത്തെ പൂച്ചയൊക്കെ ഉണ്ടായിരുന്നതാണ്.
അത് ഒരെണ്ണമല്ല 3 എണ്ണമാണ് ഗൈസ്. 3 എണ്ണം ഒരു രക്ഷയില്ല. നീ കേട്ടത് നമ്മളതിനകത്ത് കയറാൻ നോക്കുന്നത് പേടിപ്പിച്ച് ഞങ്ങളോട് നിർത്തുന്നത്. ഗൈസ് നമുക്ക് ചോറ് റെഡി ആയിക്കൊണ്ടിരിക്കുകയാണ്. ഇനി ചോറ് കഴിക്കുക, പിന്നെ മരുന്ന് കഴിക്കുക, പിന്നെ കിടന്ന് ഉറങ്ങുക. ഗൈസ് ആവി പിടിച്ച് ഞാൻ മടുത്തു കേട്ടോ. കുറേ നേരം പരിപാടി തുടങ്ങിയിട്ട് ഇപ്പോൾ 4-5 ട്രിപ്പ് ഞാൻ ആവി പിടിച്ചു. പക്ഷേ മാറ്റം ഉണ്ടോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ പിടിക്കുമ്പോൾ ചെറിയൊരു ആശ്വാസമുണ്ട്, പിന്നെ അതുപോലെ തന്നെയാവും. പൂച്ച അറിയാതെ വാതിൽ പറഞ്ഞ കൈസ് എവിടെ അകത്ത് കയറിയില്ലേ, എവിടെയാണെന്ന് അറിയത്തില്ല. ഞാൻ തപ്പി കിടക്കുവാണ്, എവിടെയുണ്ട് ആശ, എവിടെയാണെന്നൊരു പിടുത്തമില്ല. സ്റ്റൂളിന് അടി കയറിയിരിക്കുന്നത്. പോകരുത് 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 പോകരുത്. ഗൈസ് ഇവനെ ഞാൻ തൂക്കി. നിന്നെ കണ്ണ് കണ്ടോ ഗൈസ്, നീല കളർ. ചോറുണ്ടാൻ പറഞ്ഞപ്പോൾ നീയൊക്കെ പൂച്ചാരി ഇങ്ങനെയാ പിടിക്കണ ചെയ്തു. നീയൊക്കെ എന്നെ അടി, നീയൊക്കെ എവിടെ നിന്ന് വന്നാ? ഓ മാന്തല്ല, മാന്തരുത് മാന്തരുത് മാന്തരുത്. വെളിയിറക്കി വിട്ടു ഗൈസ്, വെളിയിറക്കി വിട്ടു. നീ കൈ കഴിയിട്ട് സമാധാനമായിട്ട് ചോറുണ്ടോ? അത് കണ്ടോ അവരെ വൃത്തിയോട് കാണിക്കുന്നുണ്ട് ഗൈസ്. അത് കറങ്ങി അടിച്ചത് ഇവിടെ വന്നിട്ടുണ്ട്. ഇത് കേട്ടോ, അത് ഒളിച്ച് നോക്കുന്നത് കേട്ടോ. ബ്ലാഡേ പൂച്ചേ വിട്ടു നോക്കോ, നിന്നെയൊക്കെ തട്ടും ഞാൻ. രാത്രി തന്നെ ആട് കിടത്തും കേട്ടോ. നീയൊക്കെ വന്ന വഴിയെ വിട്ടു. ഇവിടെ ഒരു പട്ടിയെ കൊണ്ട് തന്നെ സമാധാനമില്ല അപ്പോഴും. ഗൈസ് ഇന്നത്തെ ചോറ് ദേ വന്നിട്ടുണ്ട്. മത്തി വറുത്തുണ്ട്, പിന്നെ ഉച്ചക്കുണ്ടായിരുന്ന ആ ഒരു മീൻ കേട്ടോ, അതിൻ്റെ പേര് എനിക്കറിയില്ല. പിന്നെ എന്തോ ഇതെന്താണ് ചെയ്യുക, പരിപ്പാണോ അതിന്, എന്തോ ഒരു സംഭവമുണ്ട് കേട്ടോ, എന്തോ ഒരു കറിയുണ്ട്. പിന്നെ നമുക്ക് പരിപ്പല്ല കേട്ടോ, വേറെ എന്തോ സംഭവമാണ്, എനിക്കറിയത്തില്ല അതിൻ്റെ പേരൊന്നും. അപ്പോൾ ജീവായ്ക്ക് മത്തിയും ഇത് ഈ ഒരു കറിയും, എനിക്ക് മത്തി ഈ മീനും ചോറും ഈ അച്ചാറും കൂടെ ഉണ്ട് കേട്ടോ. അതിൽ ഞാൻ കഴിക്കട്ടെ, കഴിച്ച് കഴിഞ്ഞിട്ട് മരുന്ന് കഴിക്കുക, കിടന്നുറങ്ങുക കേട്ടോ. ഇത്രേ ഉള്ളൂ തൽക്കാലത്തേക്ക്. അപ്പോൾ ഇന്ന് നമ്മുടെ വീഡിയോ ഇവിടെ കൊണ്ട് വൈൻഡപ്പ് ചെയ്യണം. അപ്പോൾ അടുത്തൊരു വീഡിയോയിൽ കാണുന്നവരെ എല്ലാവർക്കും ബൈ ബൈ, കീപ് സപ്പോർട്ടിങ്.